മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നു. കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. അല്പസമയത്തിനകം പുതിയ ശബരിമല മേൽശാന്തിയായി ഇ.ഡി. പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി എം.ജി. മനുവും സ്ഥാനമേൽക്കും. എം.ജി. പ്രതീഷ് സന്നിധാനത്ത് തത്സമയം വിശദാംശങ്ങളുമായി വാർത്താസന്ധ്യയിൽ. പ്രതീഷ്, അങ്ങനെ മറ്റൊരു മണ്ഡല കാലത്തിന് കൂടി തുടക്കമാവുകയാണ്. വിവാദങ്ങൾക്കിടെയാണ് ഇത്തവണത്തെ തീർത്ഥാടന കാലം എത്തുന്നത്. പക്ഷേ ഇതൊന്നും ബാധിക്കുന്നില്ല തീർത്ഥാടനത്തെ, ഭക്തരെ. ആദ്യ ദിനം തന്നെ നല്ല തിരക്കായിരുന്നു അല്ലേ? അനുജ, തീർച്ചയായും ശരണമന്ത്രങ്ങളോടെയാണ് മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമായത്. ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി, തന്ത്രി മഹേഷ് മോഹനരുടെ നേതൃത്വത്തിൽ ശബരിമല നട തുറന്നു. ആഴിയിൽ അഗ്നി പകർന്നതോടുകൂടി മണ്ഡലകാലത്തിന് തുടക്കമായി. നിയുക്ത മേൽശാന്തിമാരായ ഇ.ഡി. പ്രസാദ് നമ്പൂതിരിയെയും എം.ജി. മനു നമ്പൂതിരിയെയും ശബരിമല മേൽശാന്തി 18-ാം പടിയിൽ നിന്ന് ആനയിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോയി. അല്പസമയത്തിനകം നിയുക്ത മേൽശാന്തിമാരുടെ അഭിഷേക ചടങ്ങുകൾ നടക്കും. ശബരിമല മേൽശാന്തിയായി ഇ.ഡി. പ്രസാദിന്റെ അഭിഷേക ചടങ്ങുകൾ ശബരിമല ശ്രീകോവിലിന് മുന്നിലാണ് നടക്കുന്നത്. ക്ഷേത്ര തന്ത്രിയാണ് ഈ അഭിഷേക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. ശബരിമല ഒപ്പം മാളികപ്പുറം മേൽശാന്തിയുടെ അഭിഷേക ചടങ്ങുകൾ മാളികപ്പുറം ദേവീക്ഷേത്രത്തിലും നടക്കും. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഒരു വശത്തുണ്ടെങ്കിലും അതൊന്നും തന്നെ ശബരിമല തീർത്ഥാടനത്തെ ബാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്രത്തോളം തീർത്ഥാടകരുടെ തിരക്ക് ആദ്യ ദിവസം തന്നെ ശബരിമലയിൽ ഉണ്ട്. 70,000-ഓളം തീർത്ഥാടകർ വിർച്വൽ ക്യൂ വഴി ശബരിമലയിൽ എത്തും. 20,000 തീർത്ഥാടകർക്കാണ് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ഭക്തി നിർഭരമായ തീർത്ഥാടന കാലത്തിലാണ് ശബരിമല സന്നിധാനത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. നാളെ പുലർച്ചെ 3 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. പുതിയ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരിയാണ് നാളെ പുലർച്ചെ ശബരിമല നട തുറക്കുന്നത്. ഒരു വർഷത്തെ നിയോഗം പൂർത്തിയാക്കി ഇന്ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനത്തോടുകൂടി നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി 18-ാം പടി ഇറങ്ങും. ഈ വരുന്ന മണ്ഡല മകരവിളക്ക് ഈ നടക്കാൻ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ ഒരുക്കങ്ങളും ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട്. ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള മണ്ഡല മകരവിളക്ക് തീർത്ഥാടനമായിരിക്കും എന്നതാണ് നിലവിലെ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. പുതിയ ദേവസ്വം ബോർഡ് ഭരണസമിതി അധികാരമേറ്റെടുത്ത മണ്ഡലകാലത്തിന് തുടക്കമാകുന്നു. ശബരിമല നട തുറന്നു. സന്നിധാനത്തുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് എം.ജി. പ്രതീഷ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.